ഹലോ, എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അന്നേരം ഇന്നത്തെ വീഡിയോ ഇതാ നമ്മൾ സ്കൂൾ തുറന്നിട്ട് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അന്നേരം മക്കൾക്കൊക്കെ സ്കൂളിൽ പോകണം. അതായത് രാവിലെ തന്നെ നേരത്തെ എണീറ്റു കേട്ടോ. 5:30 മണിയായപ്പോൾ എണീറ്റു. രാത്രിയൊക്കെ എനിക്ക് എന്തോ ഒരു പനിക്കും പോലെയൊക്കെ ആയിട്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. എനിക്കോ നേരം വിളിപ്പിച്ചു എന്ന് പറയാം കേട്ടോ. പിന്നെ മക്കൾക്ക് ഫസ്റ്റ് ഡേ ആയിട്ട് തന്നെ മുടക്കം വരണ്ടല്ലോ വെച്ചിട്ടാണ് കേട്ടോ രാവിലെ നേരത്തെ എണീറ്റ്. അതായത് ചോറിൻ്റെ അരി ലേശം വേവ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ രാവിലെ അരി അടുപ്പത്തിട്ടില്ല, ചോറിന് വെള്ളം വെച്ചു. അന്നേരത്തേക്ക് ഞാൻ ഇത് കട്ടൻ ചായയൊക്കെ വെച്ചു. നമ്മളെ കുമ്പിളപ്പം ഉണ്ടായിരുന്നു തലേ ദിവസത്തെ. അന്നേരം അതൊക്കെ ഒന്ന് ആവി കയറ്റി ഞാനൊരു ഗ്ലാസ് കട്ടൻ ചായയൊക്കെ കുടിച്ചു കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ ഈ ഒരു കട്ടൻ ചായ കൂടി എന്നും പതിവാണ്. ഇത് കുടിച്ചാലാണൊരു ഉന്മേഷം ഉണ്ടാവുള്ളൂ എന്ന് പറയില്ലേ, അത് തന്നെ അവസ്ഥ. പിന്നെ ചായ കുടിക്കുമ്പോൾ ഒരു 9:30-10 മണിയൊക്കെ ആവും. മക്കളെ പോയൊക്കെ ആയിട്ട് ചായ കുടി ഉണ്ടാവുള്ളൂ. പിന്നെ ഇതാ പയറുപ്പേരിക്കുള്ളതൊക്കെ റെഡിയാക്കി. കുടിക്കാനുള്ള വെള്ളം രാമച്ചത്തിൻ്റെ ഇട്ട് കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചു. എന്നിട്ട് പയറുപ്പേരി ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് ചായക്ക് കടിയെന്ന് പറയാൻ വേണ്ടി ഉപ്മാവാണ് ഉണ്ടാക്കിയത്. നമുക്ക് പച്ചരി ഇന്നിപ്പോൾ ഞാൻ പോയി വാങ്ങിച്ചതാണ് കേട്ടോ. ഇന്നിപ്പോൾ വോയിസ് ഇടുന്ന വൈകുന്നേരമാണ് കേട്ടോ. ഞാൻ ഉച്ചക്ക് കടയിൽ പോയിട്ട് റേഷൻ കടയിൽ പോയി പച്ചരിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. പച്ചരി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉപ്മാവ് ചപ്പാത്തിയിലൊക്കെ തന്നെയല്ലേ ഇപ്പോൾ കുറച്ച് ദിവസം പോകുന്നത്. അന്നേരം ഇന്നത്തോട്ട് കുറച്ച് ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. മക്കൾ സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ രാവിലെ എന്തായാലും നമുക്ക് എണ്ണമെഴുക്കുള്ളൊന്നും അധികം ഒന്നും പറ്റില്ല. ഇന്നത്തെ നമ്മളെ കറി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ യൂട്യൂബിൽ കണ്ടൊരു വെണ്ടക്ക പുളിങ്കറിയാണ് കേട്ടോ. അത് യൂട്യൂബിൽ കണ്ട കറി ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അന്നേരം അതിന് വെണ്ടക്ക, തക്കാളി, ഉള്ളി, കരിവേപ്പില, വെളുത്തുള്ളി ഇതൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം ചെറിയുള്ളിയാണ് നല്ലത്. അന്നേരം ചെറിയുള്ളി ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്മാവിന് മുറിച്ചതിൻ്റെ ബാക്കി ചെറിയ കഷ്ണം സവാള ഉണ്ടായിരുന്നു, അതും കൂടെ എടുത്തിട്ടുണ്ട്. അന്നേരം നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളെ വെണ്ടക്കേനെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. അതിന് ഞാൻ വെണ്ടക്കക്കറി വെക്കലുണ്ട്, വെണ്ടക്കയും തക്കാളിയും വെക്കലുണ്ട്, വെണ്ടക്ക തേങ്ങ വറുത്തരച്ച് കറി വെക്കലുണ്ട്. പക്ഷേ ഇങ്ങനെ പുളി ഒഴിച്ചിട്ട് ആദ്യമാണ് കേട്ടോ വെക്കുന്നത്. അന്നേരം നോക്കുമ്പോൾ നമ്മളൊരു സാമ്പാറിൻ്റെ ഒക്കെ ഒരു രുചി വന്നിട്ടുണ്ട്. സാമ്പാർ പൊടി ഇടാണ്ട് നമ്മൾ സാമ്പാർ വെച്ചതുപോലൊരു ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല കേട്ടോ, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട്. അന്നേരം ഇത് വെണ്ടക്ക നന്നായി വഴണ്ടിട്ടുണ്ട് കേട്ടോ. വഴണ്ടി വന്നു കഴിഞ്ഞപ്പോൾ വെണ്ടക്കൻ നമ്മൾ എന്താക്കുക, ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കണം കേട്ടോ. പാത്രത്തിലേക്ക് കോരി മാറ്റി വെച്ചതിന് ശേഷം അതേ ചട്ടിയിലേക്ക് ലേശം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ലേശം കടുകും ഒരു ലേശം ഉലുവയും കൂടെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. അന്നേരം ലേശം ഉപ്പ് ഇട്ട് കരിവേപ്പിലയൊക്കെ ഇട്ടിട്ടാട്ടോ ഞാൻ വഴറ്റിയെടുത്ത. ഉള്ളി ഒന്ന് വഴണ്ടി വന്നപ്പോൾ നമ്മൾ തക്കാളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു, നന്നായി വഴറ്റിയെടുത്തു കേട്ടോ. ഈ വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് ഇവിടെ ആരും എണീറ്റ് വരുന്നുള്ളൂ കേട്ടോ. കുട്ടികളൊക്കെ എണീറ്റ് വരുന്നേ ഉള്ളൂ. പൊന്നൂസ് ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്ന് ആദ്യമായിട്ട് പൊന്നൂസ് SPCൻ്റെ യൂണിഫോം ഇട്ടിട്ട് പോവുകയാണ് കേട്ടോ. അവിടെ ഞാൻ നേരത്തെ വിളിച്ച് എണീപ്പിച്ചു. കാരണം അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ ഇടലൊക്കെ. അന്നേരം കുറച്ച് നേരത്തെ എണീറ്റ് വേഗം ചെയ്തോളാൻ പറഞ്ഞു. മുടി കെട്ടലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്തു കൊടുത്താൽ അവൾക്ക് ഇഷ്ടപ്പെടില്ല. മുടിയൊക്കെ കെട്ടൽ അവൾക്ക് തന്നെ ചെയ്യണം, അവൾക്ക് എന്നാലേ തൃപ്തിയാവുള്ളൂ. ഞാൻ ചെയ്തു കൊടുത്താലും നമുക്ക് അത്ര തൃപ്തികരമാകില്ല അവൾ. അതുകൊണ്ട് അവൾ തന്നെ ചെയ്തോളും. മുടി കെട്ടലും അതായത് യൂണിഫോമൊക്കെ അതിൻ്റെ ഷൂ ഒക്കെ ഇടൽ ടൈറ്റാക്കി വലിച്ച് കെട്ടിയൊക്കെ കുറച്ച് സമയം എടുക്കും. ഇതൊക്കെ സാറ് ഇതിന് മുന്നേ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മളിതൊക്കെ വഴണ്ടി വന്നപ്പോൾ അതിൻ്റെ അകത്തേക്ക് ലേശം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇതൊക്കെ എൻ്റെ ഒരു പാകത്തിനാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അന്നേരം നിങ്ങളെല്ലാവരും അങ്ങനെ നമ്മളൊരു ഇതുണ്ടാവില്ല ആർക്കാണെങ്കിലും. എനിക്ക് നിശ്ചിത അളവ് പറയാൻ അറിയില്ല. ഞാനൊന്നും അങ്ങനെ അളവ് വെച്ച് ഇടൽ കുറവാണ് കേട്ടോ. എനിക്കൊരു ഇത് തോന്നും അതുപോലെ അങ്ങോട്ട് ഇടലാണ് കേട്ടോ. ഇതൊന്ന് വഴണ്ടി വന്നു കഴിയുമ്പോൾ നമ്മളെന്താക്കുക, അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെണ്ടക്കയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പുളിവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ പുളിവെള്ളത്തിൽ കടന്നിട്ട് ഇതൊന്ന് വേകണം. നമ്മളെ വെണ്ടക്കയും തക്കാളിയൊക്കെ ഒന്ന് സെറ്റായി വരണം. വെണ്ടക്കയില പുളിയും ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് വരും വരെ ഒന്ന് വേവിക്കുക. ആ നേരം കൊണ്ട് നമുക്ക് ഒരു അരമുറി തേങ്ങ, ലേശം ചെറിയ ജീരകം, കുറച്ച് കുരുമുളക് ഞാൻ കുരുമുളക് പൊടിച്ചതുണ്ടായിരുന്നു. അന്നേരം അതാണ് ഇട്ടത്. അല്ലാണ്ട് കുരുമുളകായിട്ടുണ്ടെങ്കിൽ കുരുമുളക് ഇടാം കേട്ടോ. ഞാൻ അന്ന് നമ്മൾ പറമ്പിൽ നിന്ന് കുറച്ച് കുരുമുളക് ഉണ്ടായിരുന്നില്ലേ, കുറച്ചുകൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം അത് പൊടിച്ച് വെച്ചിട്ടുണ്ടായി കുറച്ച്. അതാണ് ഇട്ട് കൊടുത്തത്. ഇതിന് ഇവിടെ കിടന്ന് ഒന്ന് സെറ്റാവട്ടെ കേട്ടോ, വേഗട്ടെ. ഇത് വെച്ചിട്ടുള്ളവരുണ്ടാവും കേട്ടോ ഇതിന് മുന്നേ. ഞാൻ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കാം, പക്ഷേ നമ്മളെക്കാളും മുന്നേ വെച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും. ലേശം കൂടെ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. നമ്മൾ പുളിവെള്ളം കുറച്ചല്ലേ ഒഴിച്ചിട്ടുള്ളൂ. അന്നേരം ലേശം കൂടെ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നാലും അതൊന്ന് വേകാനുള്ള വെള്ളം അതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. അന്നേരം ഇനി ചക്കരക്കൊന്നും യൂണിഫോമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. യൂണിഫോം ഇനി അവൾക്ക് ടോപ്പ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ബാക്കിയുള്ളൊന്നും കിട്ടിയിട്ടില്ല. പാൻ്റ് അടിക്കാനുള്ള തുണി കിട്ടിയിട്ടില്ല, കോട്ടിൻ്റെ തുണി കിട്ടിയിട്ടില്ല, അതൊന്നും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ അതൊക്കെ കിട്ടിയിട്ട് അടിച്ചിട്ടൊക്കെ ഇടുമ്പോഴത്തേക്ക് കുറേ സമയം എടുക്കും കേട്ടോ.
പൊന്നൂസിന് കോട്ടൊക്കെ മേടിച്ചു. കോട്ട് ഇന്നലെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഇന്നലെ രാത്രി ഇരുന്ന് അടിച്ച് റെഡിയാക്കി കേട്ടോ. അരച്ചും കൂടെ അങ്ങോട്ട് വെക്കട്ടെ. കുഞ്ഞാപ്പൂ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ കേട്ടോ. കുഞ്ഞാപ്പൂന്ന് രാവിലെ എണീറ്റിട്ടില്ല. ഈ സമയത്ത് എല്ലാവരും എണീറ്റ് വരുമ്പോൾ 7 മണിയൊക്കെ കഴിയില്ല. നമ്മളെന്നും 6:30, എന്നും ഞാൻ 6:30 ആവും കേട്ടോ എണീക്കുമ്പോൾ. അതിനി കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് ഇനിയിപ്പോൾ ഈ കിടത്തൊന്നും നടക്കില്ല. ഞായറാഴ്ച ദിവസം മാത്രമാണ് രാവിലെ കുറച്ച് നേരം ഇനി കിടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ കിടക്കണം എന്ന് വിചാരിക്കുന്ന ദിവസം നമ്മളെ കുഞ്ഞാപ്പൂ രാവിലെ എണീക്കും കേട്ടോ. അതാണ് ഇവിടുത്തെ സ്ഥിരം പരിപാടി. അതായത് നമ്മളെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കാരണം കറിയൊക്കെ ഒന്ന് കുറുകി, നമ്മളെ വെണ്ടക്ക തന്നെ ആയതുകൊണ്ട് തന്നെ കറി കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കുറുകി വരും. അവിടെ ലേശൊരു ഇതിൽ തന്നെയാണ് കേട്ടോ ഞാൻ വാങ്ങുന്നത്. പിന്നെ പൊന്നൂന് കൊണ്ടാകാൻ പയറുപ്പേരീൻ്റെ കൂടെ മുട്ടയും കൂടെ വറക്കുന്നുണ്ട്. മുട്ട ഞാൻ 4 കഷ്ണമാക്കി മുറിച്ചു കേട്ടോ. അതിൽ 3 കഷ്ണം, അത് 1 കഷ്ണം ഷാണ് കൊടുത്തു. അത് കുഞ്ഞാപ്പൂനും പൊന്നൂസിനും ചക്കരക്കുള്ള 3 കഷ്ണമാക്കി കേട്ടോ. അതാ തിപ്പിയിൽ ചോറൊക്കെ ആക്കി പൊന്നൂസിനുള്ളത് കൊടുത്തു കേട്ടോ. പിന്നെ ഇതാ മക്കൾ പോകാനുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. ചക്കര ഇതാ മുടി ചീകുന്നുണ്ട്, ചെട കളിയാണ് കേട്ടോ. പൊന്നൂസ് ഇതാ നേരത്തെ മാറ്റി 8 മണിയാകുമ്പോഴത്തേക്ക് മാറ്റലൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. പൊന്നൂസ് ആദ്യമായിട്ടാണ് കാക്കി യൂണിഫോം ഇടുന്നത്. എനിക്ക് വലിയ ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഒരു യൂണിഫോം ഇട്ട് കാണുക എന്നുള്ളത്. അരതാ പൊന്നൂസ് മുടിയൊക്കെ കെട്ടിയില്ല, ചക്കരയും മുടിയൊക്കെ കെട്ടി. പിന്നെ ഞാനും കുഞ്ഞാപ്പൂവും കൂടെ ടൗണിൽ പോയിട്ടോ. നമ്മൾ അരി പൊടിക്കാനുണ്ടായിരുന്നു. ഇന്നലെ ശാന്തം കൊണ്ടുപോയിട്ട് കടയിൽ വെച്ചിട്ടുണ്ടായി. അതൊക്കെ പൊടിക്കണം, റേഷൻ കടയിൽ പോകണം, ഇതൊക്കെയുള്ള പരിപാടി ഉണ്ട്. അന്നേരം ഓട്ടോറിക്ഷ താഴോട്ട് പോയിട്ടുണ്ട്. അതിനെ നോക്കിയിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് കേട്ടോ. അന്നേരം ഓട്ടോറിക്ഷ മേലോട്ട് കയറി വരുമ്പോൾ വേണം ഞങ്ങൾക്ക് അതിലങ്ങ് പോകാൻ. ഇത് നമ്മൾ അരിയൊക്കെ പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അന്നേരം ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. നമ്മളെ പുതിയ ആൾക്കാരാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. റേഷനരി ഞാൻ 15 കിലോ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അന്നേരം ബാക്കി ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മേടിക്കണം, അല്ലെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. 3 പാക്കറ്റ് ആട്ടപ്പൊടി ഉണ്ട്. പച്ചരി 4 കിലോ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞൊരു ഉച്ചയായി കുഞ്ഞാപ്പൊക്കെ ഉറങ്ങാനാകുമ്പോഴത്തേക്ക് നല്ല മഴയും ഇങ്ങോട്ട് വന്നു കേട്ടോ. നല്ല വെടിച്ചില്ല മഴ പെയ്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഈ കുഞ്ഞാപ്പൂനെയൊക്കെ കുളിപ്പിച്ച് ഉറക്കി. അന്നേരം പിന്നെ കുട്ടികൾ 3, 3:30 ആയപ്പോഴാണ് ഓരോരുത്തരായിട്ട് വന്നത്. ചക്കരയാണ് കേട്ടോ ആദ്യം വന്നത്. ചക്കര കുറേ നാളുകൾക്ക് ശേഷം നടന്നിട്ടാണ് സ്കൂളിൽ പോയത്. നടന്നിട്ട് ചുങ്കത്തുനിന്ന് ഇവിടം വരെ നടന്ന് വന്ന്. പിന്നെ മഴ പെയ്തിട്ട് വെള്ളം വീണ്ടി, അത് മഴവെള്ളം മൂടി വെച്ചാണ് കേട്ടോ. നമ്മൾ മീനിൻ്റെ ഇലൊക്കെ വെള്ളം വീഴുന്നുണ്ട്. അന്നേരം ഓക്കേ ബായ്.